ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് ഉപദേശിച്ചു തരുവാനും അതുപോലെ തന്നെ വാസ്തുശാസ്ത്രത്തിൽ നിലവിലിരിക്കുന്ന ഒട്ടേറെ സംശയങ്ങൾക്ക് മറുപടി പറയാനും ഒക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ഏറെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഏറെ പ്രിയങ്കരനായ ഡെന്നിസ് ജോയ് സർ, ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നും എഴുതുന്നു. ഇവിടെ 20 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ എനിക്കൊരു വീടുണ്ട്. ഇതിന് മുകളിൽ ഒരു നില കൂടി പണിയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതനുസരിച്ച് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്ലാൻ പരിശോധിച്ചിട്ട് ഇതിലെന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് ദയവായി പറഞ്ഞു തരണം. കൂടാതെ നിലവിലെ വീടിൻ്റെ വാസ്തു സംബന്ധമായി എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞു തരണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സർ, ദയവായി മറുപടി തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ദർശനം വരുന്നത് ശരിക്കും പടിഞ്ഞാറോട്ടാണ്. അപ്പം ഇവർ ഇപ്പം നിലവിലുള്ളതിപ്പോൾ എക്സ്റ്റൻഡൊക്കെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പുതുക്കി ഇവർ പണിയുമ്പം ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് കൊടുക്കുന്നത് എപ്പോഴും ബെറ്ററാണ്. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂമും കൊടുക്കുക. കാരണം വെച്ചാൽ ഇപ്പോൾ ഇവർ പ്ലാൻ വരച്ച് എനിക്ക് അയച്ചിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഓപ്പൺ സിറ്റ് ഔട്ടും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ബെഡ്റൂമുമായിട്ടാണ്. അപ്പം ഇത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം കൊടുക്കുക, അതുപോലെ ഓപ്പൺ സിറ്റ് ഔട്ട് വരുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുക. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആയി കിട്ടും. ഇവർക്കൊരു കാർ പോർച്ച് കൊടുക്കാനായിട്ട് ഇവർക്കിപ്പോൾ സ്പേസ് ഇല്ലാതെ ആകെപ്പാടെ കിടന്ന് പ്രയാസപ്പെടുകയാണ്. അപ്പം ഒന്നുകിൽ ഇവർ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് 2 തൂണ് മാത്രം കൊടുത്തിട്ട് ഷെയ്ഡ് ഇറക്കിയിട്ട് ഇവർക്ക് കാർ പോർച്ച് പണിയാം. അതല്ല എന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവർക്ക് കാർ പോർച്ച് ചെയ്യാൻ പറ്റും. ഈ വീടിൻ്റെ മുകൾ നിലയിൽ ഇവർ വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗം ഇവർ ഓപ്പൺ ടെറസായിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഇതിനകത്ത് ബെറ്റർ. അതുപോലെ തന്നെ മുറിയുടെ സൈസ് എനിക്ക് അയച്ചിരിക്കുന്ന ഇപ്പോൾ വരച്ചിരിക്കുന്ന മുറിയുടെ സൈസ് ഒരു 30 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ബാല്യത്തിലാവത്തുള്ളൂ. ഇതിനകത്ത് ഏകദേശം ഇപ്പോൾ 18 കോലോളം വരുന്നുണ്ട്. കാരണം മരണച്ചുറ്റിലാണ് നിൽക്കുന്നത്. അപ്പം 30 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്ത് ഇവർ മുറിയുടെ സൈസ് കൂട്ടുകയാണെങ്കിൽ അത് ബാല്യത്തിലേക്ക് വരും. അതുപോലെ പഴയ വീടിൻ്റെ ചുറ്റളവും നമുക്ക് നിലവിൽ തെറ്റാണ്. അപ്പം ഇവർ ഈ സിറ്റ് ഔട്ട് കൂട്ടിയെടുക്കുന്ന കൂട്ടത്തിൽ പഴയ വീടിൻ്റെ ചുറ്റളവ് കൂടി ഒരു കോൽ കൂടി കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 79 കോൽ വരും. പൂര നക്ഷത്രമാണ്, ഉത്തമമായിട്ടുള്ള കണക്കിലേക്ക് വരും. അപ്പോൾ അതുകൂടെ നിങ്ങൾ ക്ലിയർ ചെയ്തെടുക്കുക. എന്തായാലും വാസ്തുവിൻ്റെ കറക്ഷന് വേണ്ടിയാണെന്നുണ്ടെങ്കിലും മുകളിലൊരു നില പണിയാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിലും ഇവർ പുതുക്കിയെടുക്കുകയാണ് എന്തായാലും. അപ്പം നിലവിലുള്ള ദോഷങ്ങളൊക്കെ നമ്മളെക്കൊണ്ട് മാറ്റാവുന്നതൊക്കെ മാറ്റിയെടുക്കുക. അപ്പം പിന്നീട് ഈ വാസ്തുവിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. അതുപോലെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇവർ ഗേറ്റ് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മദ്യം വിട്ടിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കണം. കാരണം ഒരു കാരണവശാലും മദ്യം വിട്ട് തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് നീങ്ങിപ്പോകരുത്. കാരണം വെച്ചാൽ ഇപ്പം ഇതിന് ഗേറ്റ് എവിടെയാണെന്നുള്ളത് പ്ലാനിൽ അടയാളപ്പെടുത്തിയിട്ടില്ല, എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു വർക്ക് ഏരിയ ഇതിനകത്ത് തള്ളി നിൽപ്പുണ്ട്. ഇപ്പം നിലവിൽ ഇവർ ഈ പുതുക്കിയെടുക്കുന്ന സമയത്ത് ആ ഒരു വർക്ക് ഏരിയ ഒഴിവാക്കിയെടുക്കുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് പോർഷൻസൊക്കെ മിസ്സിങ്ങിൻ്റെ ആ വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതല്ല തെക്ക് പടിഞ്ഞാറ് ഭാഗമൊക്കെ ഇങ്ങനെ മിസ്സിംഗ് ആയിട്ട് കിടന്നു കഴിയുമ്പോൾ കാലുവേദനയും ശ്വാസമുട്ടലും ആസ്മ പോലത്തെ വിഷയങ്ങളൊക്കെ വരാം. അതുപോലെ കല്യാണങ്ങളൊക്കെ നടക്കാതെ വരാം. അപ്പോൾ ആ ഒരു വിഷയം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇവർ ക്ലിയർ ചെയ്തെടുക്കുക. ഇതിൻ്റെ കന്നിമൂല ഭാഗം നിലവിൽ ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ കന്നിമൂല ഭാഗത്തെ ആ കംപ്ലൈൻറ്റ് ഈ ഒരു വർക്ക് ഏരിയ എടുത്ത് മാറ്റുന്നതോടെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇതിനകത്ത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷമെന്ന് പറയാനുള്ളൂ. ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത ശേഷം ഇവർക്ക് ഇതിൻ്റെ പണി മുന്നോട്ട് പോകാം. അതുപോലെ കിഴക്ക് വടക്ക് ഭാഗത്തെ ഓപ്പൺ ടെറസിൻ്റെ കാര്യം മറക്കണ്ട, അതും ക്ലിയറാക്കി കന്നിമൂലയുടെ കംപ്ലൈൻറ്റും തീർത്തിട്ട് കാർ പോർച്ചിൻ്റെയും കാര്യങ്ങളും സിറ്റ് ഔട്ടിൻ്റെ കാര്യങ്ങളും മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കാര്യം ഇവർ ക്ലിയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ മറ്റേ വാസ്തുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുള്ളൂ. മുറിയുടെ സൈസ് 30 സെൻറ്റിമീറ്ററോട് കൂട്ടി ഇവർ വീണ്ടും ഒരു പ്ലാൻ വരച്ച് കറക്റ്റ് ചെയ്യുക. ഒരു സാധാരണക്കാരൻ്റെ ഒരു വ്യൂ പോയിന്റിൽ 15 സെൻറ്റ് സ്ഥലത്ത് ഒരു പുതുതായി ഒരു വീട് വന്നു. ഒരു സൈഡിൽ ഒരു 10 സെൻറ്റ് സ്ഥലവും കൂടെ കിട്ടി. അതും ഇതിലേക്ക് ചേർത്ത് അവിടുത്തെ മതിലും മാത്രം പൊളിച്ച് അവർ വീണ്ടും മതിൽ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിൻ്റെ ആ വീട് അടക്കമുള്ള ആ ഒരു കൺസ്ട്രക്ഷൻ്റെ വാസ്തു ഏതെങ്കിലും തരത്തിൽ ബാധിക്കപ്പെടുമോ, അല്ലെങ്കിൽ അതങ്ങനെ തന്നെ നിലനിൽക്കുമോ? എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? നമ്മൾ നേരത്തെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, ഒരു വീട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പം അത് കൃത്യമായിട്ടുള്ളൊരു കണക്കിലായിരിക്കും നമ്മൾ ചെയ്യുക. ഇപ്പോൾ 15 സെൻറ്റ് സ്ഥലത്തിനകത്ത് നമ്മളൊരു വീട് ഡിസൈൻ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ കുറ്റിയടിച്ച് തുടങ്ങുന്ന കന്നിമൂലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തായിരിക്കും. അപ്പോൾ ഇവർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ തെക്ക് ഭാഗത്തെ വസ്തുവാണ് ഇവർ വാങ്ങിക്കുന്നത് വെച്ചു. അപ്പോൾ ആ ഒരു 10 സെൻറ്റ് സ്ഥലം കൂടി ഇവർ ഇതിലൂടെ കൂട്ടിയെടുക്കുമ്പം ഈ വീട് നമ്മുടെ ഒറ്റ പ്ലോട്ടായിട്ട് നിൽക്കുമ്പം ഈ വീട് നിൽക്കുന്ന മാക്സിമം വടക്ക് ഭാഗത്തോട്ട് നീങ്ങിപ്പോവും. അപ്പം ഇവർ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർ വാസ്തുവിൻ്റെ അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ച ശേഷം ഒരു മതിൽ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള കണക്കനുസരിച്ച് ഒരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടി ഈ പ്ലോട്ട് സെപ്പറേറ്റ് ചെയ്തെങ്കിൽ അതിൻ്റെ ദോഷപരിഹാരം ആവുകയുള്ളൂ. അതേസമയം നിലവിൽ നിൽക്കുന്ന വസ്തുവിൻ്റെ വടക്ക് ഭാഗത്താണ് ഇവരൊരു 10 സെൻറ്റ് സ്ഥലം കൂടെ വാങ്ങിക്കുന്നതെങ്കിൽ ഇത്രയും ദോഷം അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല.
പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ നിലവിലൊരു കിണർ ചിലപ്പോൾ ഇവർ കുഴിച്ചിരിക്കും. കാരണം 15 സെൻറ്റ് സ്ഥലത്തിനകത്ത് കിഴക്കുടക്ക് ഭാഗത്തായിട്ട് ഒരു കിണർ കുഴിച്ച ശേഷമാണ് ഇവർ ഈ 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുന്നതെങ്കിൽ കിണറിൻ്റെ സ്ഥാനം ഒരുപാട് മാറിപ്പോകും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇവർ വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച് അത് കറക്റ്റ് ചെയ്യുക. പക്ഷേ ഈസ്റ്റ് ഭാഗത്തോ വടക്ക് ഭാഗത്തോ ഇവർ ഇതുപോലെ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷേ പടിഞ്ഞാറ് ഭാഗത്തോട്ട് ഇതുപോലെ 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ വീട് മാക്സിമം കിഴക്ക് ഭാഗത്തോട്ട് നീങ്ങിപ്പോവും. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ഭാഗത്തിനേക്കാളും ഇരട്ടി സ്പേസ് ആകും. അപ്പം വാങ്ങിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ വാങ്ങിക്കുമ്പം നമ്മൾ കൃത്യമായിട്ടുള്ള കണക്കനുസരിച്ച് വാസ്തുവിൻ്റെ ചട്ടക്കൂടിൽ നിന്നിട്ട് മതിൽ കെട്ടി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദോഷമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നിലവിൽ അങ്ങനെ വിൽക്കാനുള്ളൊരു വസ്തു ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ച് ഉറപ്പ് വരുത്തുക. ദോഷങ്ങളില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും വാങ്ങിക്കാം. ഇതുപോലെ തെക്ക് ഭാഗമായാലും പടിഞ്ഞാറ് ഭാഗമായാലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഒരു വാസ്തു അറിയാവുന്ന ഒരാളെ വിളിച്ചിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കനുസരിച്ച് ഒരു ബേസിക് ഫൗണ്ടേഷനെങ്കിലും കെട്ടി മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ദോഷമൊന്നുമില്ല. പിന്നെ വസ്തു വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായും വാങ്ങിക്കുക, ദോഷമൊന്നുമില്ല. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കുക. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതുക. എഴുതിയറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം, ഗുരുവരുളാകുന്ന ദേവാമൃതം.